ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വിൻഡോ വിത്ത് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഔട്ട്ലൈൻ മാത്രം വിൻഡോ എടുത്ത് വരയ്ക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രഷ് സ്ട്രോക്കുകളാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഔട്ട്ലൈനിലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പേപ്പർ ഒന്ന് വെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വലിയ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്രഷിൻ്റെ നമ്പർ റൗണ്ട് ബ്രഷ് 13 കേട്ടോ. അപ്പോൾ വെള്ളം എല്ലായിടത്തും വെറ്റാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടോൺ വെക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു ലീഫിൻ്റെയൊക്കെ എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ വിത്ത് സാപ്പ് ഗ്രീനാണ് നമ്മൾ പാലറ്റിൽ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉണങ്ങുന്നതിന് മുന്നായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ഫസ്റ്റ് ടോണ് വെള്ളത്തിൽ ലയിച്ചിട്ട് ആ ഒരു വൃത്തിക്ക് ബാക്ക്ഗ്രൗണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലീഫിൻ്റെയൊക്കെ ഫസ്റ്റ് ടോൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലവറാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ സ്കാർലറ്റ് റെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പേപ്പറിൽ നമ്മൾ ആദ്യം വെള്ളം വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രൈ ആവുന്നതിന് മുന്നായിട്ടാണ് ഈ റെഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല GSM ഇല്ല, അതായത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യുക. വാട്ടർ കളറിനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ബുക്ക് ഉണ്ട്, അപ്പോൾ അതന്നെ വാങ്ങിയിട്ട് ചെയ്യുക. കട്ടില്ലാത്ത പേപ്പർ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണം. വിൻഡോയും ചുമരും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിംസൺ റെഡും അതേപോലെ പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ടൊരു വയലറ്റ് എഫക്റ്റ് ഉണ്ടാക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ലൈറ്റ് ടോണ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഈ പേപ്പറിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പേപ്പർ സൺലൈറ്റ്, അതായത് ആ ഒരു ഭാഗം ഹൈലൈറ്റ് അവിടെ ഒഴിച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് വീഡിയോ റെക്കോർഡായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാനിവിടെ സൺലൈറ്റൊക്കെ ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ടല്ലോ, അത് ഒഴിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ലീഫ് ചെയ്യുമ്പോൾ ലൈറ്റും ഡാർക്കും ആയിട്ട് ചെയ്യുക കേട്ടോ. കാരണം ഒരേ ടോണിലുള്ള ലീഫുകൾ ചെയ്യരുത്. നമ്മൾ ഇവിടെ സാപ്ഗ്രീൻ്റെ കൂടെ ബേൺസീനെ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ഏരിയകളിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് ടോണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് സാപ്ഗ്രീൻ്റെ കൂടെ പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ ലൈറ്റും ഡാർക്കും ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട്. ഓക്കെ.